ബാലൻ സിനിമ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. ചിദംബരം സംവിധാനം ചെയ്തൊരു ആദിശേഷൻ എന്ന് പറഞ്ഞൊരു പയ്യനാണ് മെയിൻ റോൾ കൈകാര്യം ചെയ്തത്. ബാലൻ എന്ന കഥാപാത്രം കൈകാര്യം ചെയ്തത്. ഇത് വെറും ബാലൻ്റെ മാത്രം ഒരു കഥയല്ല, അവൻ്റെ അമ്മയുടെ കൂടെ ഒരു കഥയാണ്. അവരുടെ രണ്ടുപേരുടെയും ഒരു ജേർണി, ഒരു യാത്രയാണ് ഈ സിനിമ. കിടിലനായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇൻട്രോയിൽ വരെ നമുക്ക് ഭയങ്കര എൻഗേജ്മെൻറ്റാണ് പടം. ഭയങ്കര എൻഗേജ്മെൻറ്റ് എന്ന് വെച്ചാൽ അവരുടെ ഓരോ ജീവിതമാണ് കാണിക്കുന്നത്. അവർ ഒരു ആദ്യത്തെ സീൻ എന്ന് പറഞ്ഞൊരു ജയിലിൽ നിന്ന് ഇറങ്ങി, അത് വലിയ സ്പോയിലറായിട്ടൊന്നും കണ്ട കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി ഇവർ ഓരോരോ സ്ഥലങ്ങളിൽ പോയി ജീവിക്കുന്ന അതാണ് കാണിക്കുന്നത്. അത് ഭയങ്കര രസമായിട്ടാണ് അത് എടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ ക്യാമറയൊക്കെ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ കിടിലനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇൻട്രോവൽ വരെ വേറെ ലെവലായിട്ട് പടം പോയി. ഇൻട്രോവൽ കഴിഞ്ഞ് ഭയങ്കര ഒരു ലാഗ് ഇടയ്ക്ക് ടോവിനോടൊരു റോള് വരുന്നുണ്ട്. ആ സമയത്ത് പടം നമുക്കൊരു ചെറിയ ലാഗ് പോലെ തോന്നും. എന്തോ ഒരു എൻഗേജ്മെൻറ്റ്, അതായത് ഇൻട്രോവലിന് മുന്നിലുള്ള എൻഗേജ്മെൻറ്റ് ഇൻട്രോവൽ കഴിഞ്ഞ് കുറച്ച് സീനിലും നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ ആ സമയത്ത് ലാൽ ജൂനിയർ നല്ലൊരു റോള് കയറി. ലാൽ ജൂനിയറിൻ്റെ ഒരു ചെറുപ്പകാലവും കുറച്ചൊരു മധ്യവയസ്കരായിട്ടുള്ള ഒരു കാലവും കൂടെ കാണിക്കുന്നുണ്ട്. അത് രണ്ടും ലാൽ ജൂനിയർ ഉഗ്രനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗിരീഷ് ഷേഡി ഒരു പോലീസ് SIയുടെ ഒരു CA ആയിട്ട് നല്ല റോള് ഗിരീഷ് ഷേഡി നല്ല റോള്. പുള്ളി ആദ്യമാണെങ്കിലും നല്ല റോള് പുള്ളി കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ പറയേണ്ടത് ഇതിൻ്റെ ക്ലൈമാക്സ് സീനാണ്. ക്ലൈമാക്സ് വേറെ ലെവലായിട്ട് ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സിലെ അവസാനത്തെ ഒരു സീനുണ്ട്, ആ പയ്യൻ്റെ ഒരു ഓട്ടം. ആ ഓട്ടം സീൻ നമുക്ക് ഭയങ്കര എൻഗേജ്മെൻറ്റാണ്. ഇതെന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്താണെന്നുള്ള ആ ഒരു ഇതിൽ നമ്മൾ ഇങ്ങനെ പെട്ടെന്നൊരു മുന്നോട്ടൊരു നമ്മളങ്ങ് നിൽക്കും. അത്രയും ഒരു എൻഗേജ്മെൻറ്റാണ് അവസാനത്തെ സീനോട്ട്. അത് പുള്ളി അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിന് ക്രൂ എല്ലാം കിടിലൻ ക്രൂ ആണുള്ളതെന്ന് വെച്ചാൽ സുശീൽ ശ്യാമിൻ്റെ മ്യൂസിക്, ഹർഷൻ്റെ എഡിറ്റിങ്, ജിത്തുമാധവൻ രചന. ജിത്തുമാധവൻ്റെ അറിയാലോ, 2 പടങ്ങളും കിടിലൻ പടങ്ങൾ. ആ ജിത്തുമാധവനാണ് പടം എഴുതിയിരിക്കുന്നത്. ഇതിൽ ചിദംബരത്തിൻ്റെ മുന്നിലത്തെ 2 പടങ്ങൾ അറിയാമല്ലോ, ജാനമനും മഞ്ഞുമൽ ബോയ്സും. ഏതായാലും ക്രൂ ഒക്കെ വെടിക്കെട്ട് ക്രൂ ആണ് പടം ചെയ്തിരിക്കുന്നത്. പിന്നെ എന്തിനും കാശ് മുടക്കാനുള്ള KVN പ്രൊഡക്ഷൻസ്, അതായത് ജനനായകനും ഒക്കെ എടുക്കുന്ന അവരാണ് പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഏതായാലും അതിൻ്റെ ഒരു ക്വാളിറ്റി ഏതായാലും പടത്തിന് കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല കേട്ടോ. പടം ഒരു ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇൻട്രോവൽ വരെ കിടിലൻ. ഇൻട്രോവൽ കഴിഞ്ഞ ഒരു ലാഗ്, അത് കഴിഞ്ഞ് അവസാനത്തെ ക്ലൈമാക്സ്, ആ ലാഗിൻ്റെ ഒരു കേട് തീർത്തു. ഏതായാലും വാച്ച് ചെയ്യാൻ, തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യാനുള്ളൊരു പടമുണ്ട് ബാലൻ കേട്ടോ. കുഴപ്പമില്ല. എൻ്റെ ഒരു 5-4 മാർക്ക് കൊടുക്കാം ബാലിന്. ഓക്കെ.